എന്താ പറയാനുള്ളത്? ധനുഷിന്റെ പെർഫോമൻസ് നാഗാർജുനയും ആക്ഷൻ പടമല്ല പക്ഷേ ആക്ഷൻ പടമല്ല പക്ഷെ അതൊരു ഉണ്ട് കുറച്ച് ആക്ഷൻ ഉണ്ട് എന്നാലും അത് നാഗാർജുനയാണ്. സ്ലോ പേസ് മൂവിയാണോ ഒരു അങ്ങനെ സ്ലോ പോകുന്ന? പേസ് അല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ്. ഓക്കെ 3 മണിക്കൂറിൽ കൂടുതലുണ്ടല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു സ്റ്റോറി എങ്ങനെയായിരുന്നു നമുക്ക് ഇന്ന് കാണാം. 3 മണിക്കൂറുള്ളത് വലിയ കുറ്റമൊന്നുമല്ലല്ലോ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. 2 മണിക്കൂർ 10 മിനിറ്റൊക്കെ ഉള്ളു ഇപ്പം. അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ 2005 3.5 മണിക്കൂർ പടങ്ങളൊക്കെ ഉണ്ട്. സമയമില്ലല്ലോ ഇരുന്ന്. ആ സമയമുള്ളവർ വന്ന് കാണല്ലേ. സമയമുള്ളവർ വന്ന് കണ്ടാൽ മതി. പടം കുഴപ്പമില്ല, നല്ല പടം തന്നെ. നന്നായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ധനുഷും നാഗാർജുന സാറൊക്കെ അടിപൊളിയായിരുന്നു. അതോ നല്ല ഇതായിരുന്നു. നല്ല നമുക്ക് എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു സോഷ്യലിന്റെ ഒരു ഇത് മെസ്സേജ് ഉണ്ട് ഇതില്. നല്ലൊരു ഫിലിമാണ്. എടുത്ത് പറയാം എന്താ സിനിമയില്? എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരെ താരം താഴ്ത്തി കാണരുതെന്നുള്ളതാണ് മെയിൻ. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഉള്ളടക്കം. പക്ഷെ പൊടിയാ. ധനുഷ് സെറ്റ്. രശ്മികയ്ക്ക് റോളുണ്ടോ? ഫീമെയിൽ റോളോ വരുമ്പോ റോളുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാ. അല്ലാതെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഈ 3 മണിക്കൂറുള്ള എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും? ലാഗ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ഇരുന്ന് പോകും. അതായത് അടുത്തത് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. അല്ലാതെ സമയം 3 3 കൂടുതലുണ്ട്. അതെ അതെ. പക്ഷെ കൊള്ളാം, നമ്മളിരുന്ന് ഇമോഷണലാണ്, നല്ല ഇമോഷണൽ. ധനുഷിന്റെ ആക്ടിങ് എല്ലാം അടിപൊളിയാ, നല്ല ഇമോഷണൽ ആണ് ഫിലിം. ധനുഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ധനുഷ് ആക്ടിങ് സൂപ്പർ ആയിരുന്നു. നല്ല അഭിനയിച്ചു. പക്ഷേ സ്ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ ധനുഷിന് ഒരു ഹീറോയിസം, മാസ് ഹീറോയിസം ഒന്നും കാണിക്കാനുള്ള ഒരു ഒന്നുമില്ല. ഇതൊന്നും അതിനകത്ത്. അതുകൊണ്ട് ഒരു വല്ലാത്ത നിരാശയുണ്ട് ഈ പടത്തിൽ. പിന്നെ നല്ല പടം വന്ന് കാര്യം ധനുഷിന്റെ പഴയ പടങ്ങളിലെ കണക്കൊന്നും ഒരു ലാസ്റ്റ് ഘട്ടത്തും അവരെ ഒരു വല്ലാത്തൊരു ഒരു ഹീറോയിസം വരുന്നുണ്ട് അതിനകത്തൊന്നും. പടം പ്രതീക്ഷിച്ച് വന്നതിനെക്കാട്ടി അപ്പുറം ഒരു ട്രീറ്റ് ആയിരുന്നു. നല്ലൊരു കഥയാണ്, നല്ല സ്റ്റോറിയാണ്. 3 മണിക്കൂർ 4 മിനിറ്റ് കൊണ്ട് ലാഗ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പടമാണ്. പക്ഷേ അതിൻ്റെ സ്റ്റോറിയാണ് ഡിഫറെൻറ്റ്. നമ്മൾ ചില എല്ലാ പടങ്ങളും ഇങ്ങനെ ഇരിക്കത്തില്ല. ചുമ്മാ നല്ല സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോറി. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചായാലും അടിപൊളിയ രീതിക്ക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. 3 മണിക്കൂർ ലാഗ് ഒന്നുമില്ല. നമുക്ക് ആ എന്താണ് കഥയെന്നുള്ള ഇതിൽ നമുക്ക് നോക്കിയിരുന്ന് പോകും. ഓരോ സീൻസും എമോഷണലൊക്കെ അടിപൊളിയായിട്ടാണ് വർക്കായിരിക്കുന്നത്. നല്ലൊരു പടം. നാഗാർജുനയ്ക്ക് സ്പേസ് ഉണ്ടോ? എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സിനിമയുടെ മെയിൻ റോൾ ധനുഷിനാണ്. സെക്കൻഡ് ഹീറോ ആയിട്ട് നാഗാർജുനെ പറയാൻ പറ്റുള്ളൂ. രാഷ്മികയ്ക്ക് അതുപോലത്തെ റോളുണ്ട്. മറ്റേ ബാക്കിയുള്ള പടത്തിന് പോലെ അലിമ്പൊന്നും ആക്കിയിട്ടില്ല. നല്ല രീതിക്ക് നല്ല റോളാണ്. കോമഡി ഉണ്ടായിരുന്നു. സീരിയസ് ക്യാരക്ടർ, നല്ല ഒരു ക്യാരക്ടർ. നല്ല റോൾ തന്നെ. സിനിമ കുടുംബ ചിത്രം കാണാൻ നല്ല കൊള്ളാം. ലാസ്റ്റൊക്കെ നല്ല അടിപൊളി. ധനുഷ് നല്ല